സിനിമയുടെ ചരിത്രത്തിലെ പ്രീ ബുക്കിംഗ് റെക്കോർഡുകളെല്ലാം ഭയങ്കരയാക്കി എമ്പുരാൻ വരവറിയിച്ചു കഴിഞ്ഞു. മാർച്ച് 27-ന് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് പുതിയൊരു ചരിത്രമായി മാറും. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ റിലീസിനൊരുങ്ങുമ്പോൾ ലോകം മുഴുവൻ ആകാംക്ഷയിലാണ്. തകർന്നു വീഴുന്ന റെക്കോർഡുകളും പ്രതീക്ഷയും വില്ലനാരെന്ന ചോദ്യവും ബാക്കിയാക്കിയാണ് എമ്പുരാൻ സസ്പെൻസ് തുടരുന്നത്. ലോകമെമ്പാടും തിയേറ്ററുകളിലെത്തുന്ന എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് 63 കോടി കടന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായാണ് സിനിമ ഇറങ്ങും മുൻപ് ഇത്രയും ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഐമാക്സ് ചിത്രമായ എമ്പുരാൻ ഒരു ഹോളിവുഡ് സിനിമയുടെ സാങ്കേതിക തികവോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ആവേശത്തോടെയും അഭിമാനത്തോടെയും കാത്തിരിക്കുകയാണ് എമ്പുരാനു വേണ്ടി. 15-ാം വയസ്സിൽ ഫാദർ നെടുമ്പള്ളിയുടെ അനാഥാലയത്തിൽ നിന്ന് കാണാതായ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചെത്തുന്നത് 26 വർഷങ്ങൾക്കു ശേഷമാണ്. 15-നും 41 വയസ്സിനും ഇടയിലുള്ള സ്റ്റീഫന്റെ തിരോധാനവും ഖുറേഷി എബ്രഹാമിലേക്കുള്ള അയാളുടെ വളർച്ചയുമാണ് എമ്പുരാന്റെ സെല്ലിംഗ് പോയിന്റ്. സ്റ്റീഫനും PK രാംദാസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന ചോദ്യത്തിനും രണ്ടാം ഭാഗം ഉത്തരം നൽകിയേക്കാം എന്ന് പ്രതീക്ഷിക്കാം. ലൂസിഫർ ഫ്രാഞ്ചൈസിൽ 3 ചിത്രങ്ങളാണുള്ളത്. ആദ്യ ചിത്രം ലൂസിഫറിന് ലഭിച്ച വിജയമാണ് രണ്ടാം ചിത്രത്തിന് വഴിയൊരുക്കിയത്. ലൂസിഫറിന്റെ വിജയം തുറന്ന വിപണി സാധ്യതകൾക്ക് കൂടി കണക്കിലെടുത്ത് വലിയ ക്യാൻവാസിലാണ് എമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത്. എമ്പുരാന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും ഫ്രാഞ്ചൈസിലെ 3-ാം ചിത്രത്തിന്റെ പ്രഖ്യാപനം. ആശീർവാദ് സിനിമാസ്, ശ്രീഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ, സുഭാസ്കരൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസിനായി എത്തുന്നു. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ രചയിതാവായ മുരളി ഗോപിയാണ്. മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, സാനിയ അയ്യപ്പൻ എന്നീ തുടങ്ങിയ താരനിരകളും അണിനിരക്കുന്നു. കെ ഫയൽ എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.